നമസ്കാരം. സഞ്ജു സാംസൺ ചെന്നൈയിലേക്കോ? ഈ ചോദ്യം IPL 2025 അവസാനിച്ചത് മുതൽ ആരംഭിക്കുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഏറ്റവും സുപ്രധാനമായ ചില തെളിവുകൾ, വിവരങ്ങൾ ഒക്കെ ലഭിക്കുകയാണ്. സഞ്ജു ചെന്നൈ മാനേജ്മെൻറ്റുമായിട്ട് ഏറ്റവും ഒടുവിൽ സ്റ്റീവൻ ഫ്ലെമിംഗുമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അതിനകത്ത് കൃത്യമായി തന്നെ ചെന്നൈ സഞ്ജുവിനെ കൃത്യമായി നോക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 2026 IPL ഓപ്ഷനിലേക്ക് തങ്ങളെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെന്നൈ സഞ്ജുവിന് നേരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. 2-3 ആവശ്യങ്ങൾ സഞ്ജു ഉന്നയിക്കുന്നു. അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ചെന്നൈ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. അങ്ങനെ ചെന്നൈ സഞ്ജുവിനെ കൃത്യമായി ഉന്നം വെക്കുന്നുണ്ട്, ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 30 വയസ്സുകാരനായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് തന്നെ ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻ പ്ലെയറായി മാറിയിരിക്കുന്നു. രാജസ്ഥാൻ്റെ ക്യാപ്റ്റനാവുന്നു. 2013 രാജസ്ഥാൻ ക്യാമ്പിലേക്ക് വന്ന സഞ്ജു പിന്നീട് രാജസ്ഥാൻ്റെ സ്ഥിര താരമാവുകയും ക്യാപ്റ്റൻ വരെ ആവുകയും ചെയ്ത് രാജസ്ഥാനെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത താരവും കൂടിയാണ് സഞ്ജു. സഞ്ജുവിന് മേൽ അത്രമാത്രം വിശ്വാസം അർപ്പിച്ചിരുന്നു രാജസ്ഥാൻ. സോഷ്യൽ മീഡിയയിൽ, രാജസ്ഥാൻ്റെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സഞ്ജുവിനെ അങ്ങേയറ്റം തന്നെയായിരുന്നു സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മലയാളികൾ ഉൾപ്പെടെ സഞ്ജുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും രാജസ്ഥാൻ ഫ്രാഞ്ചൈസിലേക്ക് കൂടുതൽ മലയാളികളെ ആകർഷിക്കാനുള്ള ഒരേ ഒരു കാരണമായി സഞ്ജു സാംസൺ മാറുകയും ചെയ്തതുമൊക്കെ നമ്മൾ കഴിഞ്ഞ IPL സീസണുകളിലൊക്കെ കണ്ടതാണ്. സ്വാഭാവികമായും സഞ്ജു ചെന്നൈയിലേക്ക് മാറുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ ഫാൻ ബേസ് ഇടിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ സഞ്ജു രാജസ്ഥാന് മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യം ഒന്നുകിൽ തന്നെ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ വെറുതെ വിടുക, അതായത് ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക എന്നുള്ള കാര്യം രാജസ്ഥാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പ്രകാരം മനസ്സിലാക്കുന്നത്. പക്ഷേ രാജസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സഞ്ജുവിനെ ട്രേഡ് ചെയ്യാം, പക്ഷേ ചെന്നൈയിൽ നിന്നും 2 താരങ്ങളെ വേണം. അതാണ് രാജസ്ഥാൻ്റെ ആവശ്യം. അതായത് സഞ്ജുവിനെ ഞങ്ങൾ വിട്ടു തരണമെങ്കിൽ പകരം ചെന്നൈയിൽ നിന്ന് 2 താരങ്ങളെ ഞങ്ങൾക്ക് തിരികെ വേണം എന്നുള്ള രാജസ്ഥാൻ്റെ ആവശ്യവും ചെന്നൈക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ചെന്നൈ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ ധാരണയിലേക്കും കൂടി എത്തുകയാണ്. ചെന്നൈക്ക് എന്തായാലും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ വളരെ അത്യാവശ്യമാണ്. കാരണം ധോണിയെ സംബന്ധിച്ചിടത്തോളം ധോണി ചെന്നൈയുടെ ഏറ്റവും വലിയ നെടുന്തൂൺ. 2008 മുതൽ ചെന്നൈക്ക് വേണ്ടി കളിച്ച താരം. ആകെ 2 വർഷം ചെന്നൈ സസ്പെൻഷൻ ആയതുകൊണ്ട് മാത്രം റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന് വേണ്ടി ധോണി മാറിയിരുന്നു എന്നല്ലാതെ ചെന്നൈ സൂപ്പർ കിങ്സ് ഈസ് ഈക്വൽ ടു ധോണി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ധോണിയുടെ പ്രായം ഒക്കെ തന്നെ കണക്കിലെടുക്കുമ്പോഴേക്കും ഇനിയും ഒരു IPL സീസൺ ധോണി കളിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ IPL സീസണിൽ പോലും ഏറ്റവും താഴെയായിരുന്നു ധോണി ബാറ്റിങ്ങിന് പോലും ഇറങ്ങിയിരുന്നത്. ഏറിയാൽ 1 ഓവർ അല്ലെങ്കിൽ 2 ഓവർ മാത്രമായിരുന്നു ധോണി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചെന്നൈക്ക് അത് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ധാരണ പ്രകാരമാണ് സഞ്ജുവിനെ കൃത്യമായി തന്നെ ഉന്നം വെക്കുന്നത് ചെന്നൈ എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. സഞ്ജു ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ചെന്നൈയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു സഞ്ജുവിൻ്റെ പ്രതികരണം. അതായത് സഞ്ജു അത് റിജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വാസ്തവവും കൂടി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ യാതൊരു രീതിയിലും ചെന്നൈയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് സഞ്ജുവിന് മറുപടി പറയാം. കാരണം ഇത്രയും നാളുകളായി രാജസ്ഥാൻ ക്യാമ്പിൽ മാത്രം നിന്ന സഞ്ജുവിന് രാജസ്ഥാനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും അത് പറയാം. പക്ഷേ അതും സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതോടെയാണ് ഇത് കൂടുതൽ ആളിക്കത്തുകയും ചെയ്തത്. ചെന്നൈയിലേക്ക് സഞ്ജു പോകുന്നു എന്നുള്ള വാർത്തകൾ കുറച്ചുകൂടെ സ്ഥിരീകരിക്കുകയാണ് നമ്മൾ നിലവിൽ. പക്ഷേ രാജസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ വ്യവസ്ഥ ചെന്നൈ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ചെറിയ തർക്കമുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ 2 ചെന്നൈ താരങ്ങൾ ആരൊക്കെയാണെന്ന് പേര് സഹിതം പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചെന്നൈ അതിന് കൃത്യമായ മറുപടി സ്റ്റീവൻ ഫ്ലെമിംഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ചെന്നൈയോടൊപ്പം തന്നെ KKRഉം സഞ്ജുവിനെ വലിയ രീതിയിൽ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. KKRലാണ് സഞ്ജു IPL തുടങ്ങിയത്. 2009 IPL ആരംഭിക്കുന്നത് തന്നെ സഞ്ജു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സീസണിൽ ഒരൊറ്റ മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. പിന്നീടാണ് രാജസ്ഥാനിലേക്ക് പോകുന്നതും രാജസ്ഥാനിൽ നിന്ന് സഞ്ജുവിൻ്റെ കരിയർ തന്നെ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് KKR ക്യാമ്പിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതും കൂടി നമ്മൾ നോക്കുന്നു. അവിടെയാണ് ചെന്നൈക്ക് ഒരു വലിയ സ്ഥാനം സഞ്ജുവിൻ്റെ കരിയറിൽ നിലവിൽ നിൽക്കുന്നത്. 30 വയസ്സുകാരനായ സഞ്ജു നിലവിൽ KCLുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തുടരുന്നത്. KCLന് വേണ്ടിയിട്ടുള്ള തൻ്റെ പ്രയത്നം, പ്രവൃത്തിയെല്ലാം കൂടി സഞ്ജു കൊണ്ടുവരുന്നുണ്ട്. സഞ്ജുവിനെ പോലുള്ള താരം കേരള ക്രിക്കറ്റ് ലീഗിലേക്ക് വരുമ്പോൾ ആ ലീഗിനുണ്ടാകുന്ന മാറ്റം ചെറുതൊന്നുമല്ല. ഒന്നാമത് 2ാമത്തെ സീസണാണ് KCL നടക്കാൻ പോകുന്നത്. KCLിൽ സഞ്ജുവും കൂടെ വരുമ്പോഴേക്കും ഉണ്ടാകുന്നൊരു വൈഡ് എക്സ്പോഷർ ഉണ്ട്. സ്റ്റാർ സ്പോർട്സ് പോലെ ഒരു ചാനലെടുത്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുപോകുന്ന റീച്ചും നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. അങ്ങനെ സഞ്ജു കേരള ക്രിക്കറ്റിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഞ്ജുവിന് ചെന്നൈയും കൂടി വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സഞ്ജുവിൻ്റെ മൂല്യം
വളരെ വലിയ രീതിയിൽ ഉയരും. ഇന്ത്യൻ ക്രിക്കറ്റിൽ പോലും സഞ്ജുവിന് ഇപ്പോൾ ഒരു സ്ഥിര സാന്നിധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. T20 ക്രിക്കറ്റിൽ സഞ്ജു ഇൻ ആൻഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ്. പക്ഷേ IPL സഞ്ജുവിനെ വലിയ വിലമതിക്കുന്ന താരമായിട്ട് തന്നെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം. അതും ധോണിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് സഞ്ജു എത്തുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ചെന്നൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു താരവും കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു തെന്നിന്ത്യൻ ആയത്, ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല ആ ഒരു ആരാധക കൂട്ടം. സഞ്ജുവിൻ്റെ പ്ലേയിങ് സ്റ്റൈല് ചെന്നൈ ആരാധകർക്ക് വളരെ ഇഷ്ടമാണ്. അത് ചെന്നൈ വേഴ്സസ് രാജസ്ഥാൻ മത്സരങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ പോലും സഞ്ജു കളിക്കുമ്പോഴേക്കും സഞ്ജുവിനുണ്ടാകുന്ന ചിയറിങ്, പ്രത്യേകിച്ച് മഞ്ഞ ജേഴ്സിയുടെ കടലിൽ നിന്ന് MA ചിദംബരം സ്റ്റേഡിയം പോലൊരു സ്റ്റേഡിയത്തിൽ ചെന്നൈക്ക് വേണ്ടി മാത്രം ആർക്കും വിളിക്കുന്നവർ അവിടെ എത്തുമ്പോഴേക്കും സഞ്ജു ബാറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ കൂടുതൽ ആരാധകർ സഞ്ജുവിനെയും പുകഴ്ത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഗ്രൗണ്ടിൽ കാണാറുണ്ട്. കാരണം പ്രധാനമായും ചെന്നൈ ആരാധകരിൽ പലരും മലയാളികളുമുണ്ട്. അവരെല്ലാവരും മഞ്ഞ ജേഴ്സി അണിഞ്ഞുകൊണ്ട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്താറുമുള്ള കാഴ്ച പലപ്പോഴായി പല സീസണും കണ്ടിട്ടുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് സ്റ്റീഫൻ ഫിൽമിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചെന്നൈ ടീം സഞ്ജുവിനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു ഇക്കാര്യത്തിൽ എന്തായിരിക്കും കൃത്യമായ ധാരണ പറയുക, രാജസ്ഥാന് മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്, തിരിച്ച് രാജസ്ഥാൻ ചെന്നൈക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ എനിക്ക് തോന്നുന്നു വലിയ കാലതാമസം ഒന്നുമില്ലാതെ തന്നെ ഇതിലൊരു കൃത്യമായ ധാരണ, ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തത ഈ സഞ്ജുവിൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 2026 IPL മഞ്ഞ ജേഴ്സിയിൽ സഞ്ജുവിനെ കാണും.